എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ആൻഡ് എ വാം വെൽക്കം. ഓ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. നമ്മൾ ഭഗവത്ഗീത ഇന്ന് 170-ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഭഗവാൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്? ഈ അധ്യായം വളരെ വളരെ പ്രാധാന്യമേറിയതാണെന്ന് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു. ഇവിടെ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള, ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ടുള്ള കുറേ വെർച്യൂസ്, വാല്യൂസ്, പ്രിൻസിപ്പിൾസ്, ഗുണങ്ങളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ആ ഗുണങ്ങളുടെ ആവശ്യകത അത് ഏതൊക്കെയാണ്, ഒന്നാമത് വാട്ട് ആർ ദോസ് എന്നുള്ളത്, അപ്പം അത് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് ആണ് പറയുന്നത്. അതുകൊണ്ട് ഈ അധ്യായം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ ഇത് നമ്മൾ കൂടെ പിടിച്ചാൽ ജീവിത വിജയം, അത് ഭൗതികമായതാണെങ്കിലും ആത്മീയമായ ജീവിത വിജയമാണെങ്കിലും രണ്ടും ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം അത് എത്ര നേരത്തെ നമ്മൾ അത് അറിയുന്നു, പഠിക്കുന്നു, അത് പ്രാവർത്തികമാക്കുന്നു, അതിനനുസരിച്ച് നമ്മളുടെ ജീവിതവും ആഘോഷമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അർജുനൻ ചോദിച്ചത് കുറേ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഭഗവാൻ അത് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഭഗവാൻ ചോദിച്ചത്? ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, അതിനുശേഷം അത് വളരെ വിപുലമായി തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ഭഗവാൻ അടുത്തതായിട്ട് ജ്ഞാനം. അപ്പം ആ ജ്ഞാനം, അപ്പം ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, കുറച്ച് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതെന്തിനുള്ളതാണ്? അത് മനസ്സിനെ ആരോഗ്യകരമായി വെക്കാൻ. മനസ്സ് ആരോഗ്യകരമായി വെച്ചാൽ ജീവിതവും ആരോഗ്യകരമാവും. അപ്പം ഈ മനസ്സ് ആരോഗ്യകരമല്ലാത്തതാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഓക്കെ, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതാണ്. അപ്പം ഭഗവാൻ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഗുണങ്ങളാണ് നമ്മൾ കണ്ടു. എന്താണ് 8-ാമത്തെ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് കണ്ടത്? 8-ാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടി നമ്മുടെ ഓർമ്മയൊക്കെ വളരെ നല്ലതായതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി അത് ചൊല്ലിയിട്ട് 9-ാമത്തെ ശ്ലോകം നമുക്ക് ആരംഭിക്കാം. അപ്പം 8-ാമത്തെ ശ്ലോകം, അധ്യായം 13. അമാനിത്വമദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹഃ. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം. ഇത്രയും കാര്യങ്ങളാണ് 8-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. തുടർന്ന് 9-ാമത്തെ ശ്ലോകത്തിൽ ഇതിൻ്റെ തന്നെ തുടർച്ചയാണ്. അപ്പോൾ ഇവിടെ മുഴുവനും നമുക്ക് ഒരു ജീവിതത്തിൽ വേണ്ട ക്വാളിറ്റീസാണ്. ഓക്കെ, നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസാണ്. ഈ ക്വാളിറ്റീസിൻ്റെ പ്രശ്നം എന്താണ്? അത് താനേ വളരില്ല. അതേസമയം അത് നമ്മളിപ്പോൾ ഒരു കർഷകനായാലും വിത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കൃഷി നന്നായി വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് എഫേർട്ട് വേണം. അതേസമയം അതിൻ്റെ കളകൾ, അതായത് വീഡ് അല്ലേ, കളകൾ വളർത്തിയെടുക്കാൻ ഒരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല, അത് താനേ വളർന്നോളൂ. പക്ഷെ അതേസമയം ഈ പോസിറ്റീവ് ആസ്പെക്ട്സ് എന്ത് തന്നെയാണെങ്കിലും അത് വളർത്തിയെടുക്കണം. നീഡ്സ് ടു ബി എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പോസിറ്റീവ് കാര്യങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. നെഗറ്റീവ് കാര്യങ്ങൾ വർദ്ധിക്കാൻ ഒരു എഫേർട്ടിൻ്റെയും ആവശ്യമില്ല. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഡിസൈനിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചതിയാണ് എന്ന് ഞാൻ പറയും. നേരെ തിരിച്ചായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു അല്ലേ, എത്ര നന്നായിരുന്നു. അപ്പം ഇനി അടുത്ത 9-ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച
ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. അപ്പം ഇവിടെ പറയണ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ ആ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, നമ്മൾ ഇന്ദ്രിയങ്ങൾ എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇന്ദ്രിയങ്ങള് രണ്ട് സെറ്റ് ഓഫ് ഇന്ദ്രിയങ്ങളാണ് നമുക്ക് ഉള്ളത്. ഈ രണ്ട് സെറ്റും എന്തും തന്നെ ഒന്നാമത് ഭഗവാന്റെ ഒരു ഗിഫ്റ്റാണ്. ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മളുടെ രണ്ട് സെറ്റായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ. എന്തൊക്കെയാണ് രണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ദ്രിയങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ സെൻസ് ഓർഗൻസ്. വൺ ഗ്രൂപ്പ് ഓഫ് സെൻസ് ഓർഗൻസ്, അത് ജ്ഞാന ഇന്ദ്രിയങ്ങളാണ്. ഓക്കെ, ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. അപ്പോൾ അത് നമുക്ക് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. ഓക്കെ, ഈ ഇതിലെല്ലാം അനുഭവിക്കാനായിട്ട്. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജ്ഞാന ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ ലോകത്തെ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, ദേ ആർ ദ ഗേറ്റ്സ് ഓഫ് ഓർ ഇൻപുട്സ് ഓഫ് ദ വേൾഡ് ടു അസ്. നമ്മളെ ഈ ലോകത്തെ നമ്മൾ അറിയിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. രസം മീൻസ് ടേസ്റ്റ്, ഗന്ധം വാസന. വാസന നമ്മളുടെ ജന്മവാസന പോലെയല്ല, മൂക്കോട് ശ്വസിക്കുന്ന അറിയുന്ന ഫ്രേഗ്രൻസ് ആണെങ്കിലും അതെ, ഗന്ധങ്ങൾ, ദുർഗന്ധമാണെങ്കിലും സുഗന്ധമാണെങ്കിലും അതറിയുന്നത്. അപ്പം ഇത് ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ, അതായത് പഞ്ചജ്ഞാന ഇന്ദ്രിയങ്ങൾ, അത് നമുക്ക് ഈ ലോകത്തെ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ദേ ആർ ബ്രിങ്ങിങ് ദ വേൾഡ് ഇൻ ടു അസ്. അപ്പം അതിൻ്റെ ഗേറ്റാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ. അതേസമയം ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെ പേരാണ് കർമ്മ ഇന്ദ്രിയങ്ങൾ. അപ്പം 5 കർമ്മ ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ആ 5 കർമ്മ ഇന്ദ്രിയങ്ങൾ നമ്മൾ കർമ്മം ചെയ്യാൻ, വാക്ക്, പാണി, പായു, ഉപസ്ഥം അല്ലേ? ഈ 5 നമുക്ക് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്ന, നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുന്നത് ഈ പഞ്ച കർമ്മ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അത് നമ്മളുടെ ലോകവുമായിട്ടുള്ള റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നത് ഈ കർമ്മ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മളുടെ ഇൻപുട്ട് സോഴ്സ്, അതുപോലെ നമ്മുടെ പഞ്ച കർമ്മേന്ദ്രിയങ്ങൾ നമ്മളുടെ ലോകത്തോടുള്ള ഒരു ഔട്ട്പുട്ട്, അഥവാ ഒരു എക്സിറ്റ് ഗേറ്റ് ആണ്. ഒന്ന് എൻട്രി ഗേറ്റുമാണ്, മറ്റ് സെറ്റ് ഓഫ് ഇന്ദ്രിയങ്ങൾ നമ്മളുടെ എക്സിറ്റ് ഗേറ്റുമാണ്. രണ്ടും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നമ്മളുടെ സെറ്റ് ഉപകരണങ്ങളാണ്. ഈ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും നമ്മൾക്കുള്ള ഉപകരണങ്ങൾ എന്നാണ്. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം. ഇത് രണ്ടും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, നമുക്ക് ഉപഹാരമാണ്. ആ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള വിലയേറിയ ഈ ഗിഫ്റ്റ്, അത് നമ്മൾക്കുള്ള ഉപകരണങ്ങളാണ്. നമുക്കുള്ള ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഉപകരണങ്ങളാണ്, നമ്മളത് മനസ്സിൽ പതിച്ചു വെക്കണം. ഇത് നമ്മൾക്കുള്ള ഉപകരണങ്ങളാവും. എന്തുണ്ട്? നമ്മൾ വേണം അത് ഉപയോഗിക്കാൻ. ആ ഉപകരണങ്ങൾ നമ്മളെ ഉപയോഗിക്കാൻ പാടില്ല. കോമൺ സെൻസാണ് ഇത്. ഈ ഉപകരണങ്ങൾ നമ്മൾ വേണം ഉപയോഗിക്കാൻ. ആ ഉപകരണങ്ങൾ നമ്മളെ ഉപയോഗിക്കാൻ പാടില്ല. ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിത വിജയം ഉറപ്പാണ്. അപ്പം നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ? അത് നമ്മളെ കൺട്രോൾ ചെയ്യും. നമ്മൾ വേണം നമ്മളുടെ ഉപകരണങ്ങളെ കൺട്രോൾ ചെയ്യാൻ. ഇപ്പം നമുക്കൊരു കാർ എന്ന് വെച്ചാൽ നമ്മളുടെ ഉപകരണമാണ്. ഒരു 2 വീലർ എന്ന് വെച്ചാൽ നമുക്കുള്ളൊരു ഉപകരണമാണ്. ഒരു മിക്സി എന്ന് വെച്ചാൽ നമുക്കുള്ളൊരു ഉപകരണമാണ്. കറിക്കരിയുന്ന കത്തി, അത് നമ്മളുടെ ഉപകരണമാണ്. നമ്മൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് കൊള്ളാം, നമ്മളെ അത് ഉപയോഗിച്ചാൽ നമുക്ക് കൊള്ളില്ല, അത്ര തന്നെ. അപ്പം അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ? വി ബിക്കം സ്ലേവ്സ് അല്ലേ? അത് നമ്മളെ എന്തൊരു കാര്യവും നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന് അടിമയാവും, അതിൻ്റെ അടിമയാവും. പക്ഷെ ഒരിക്കലും വി ഷുഡ് ബി മാസ്റ്റേഴ്സ്. നമ്മളായിരിക്കണം അതിൻ്റെ അധികാരി, അത് ഉപയോഗിക്കുന്ന ആൾക്കാർ.
അപ്പം ഭഗവാൻ ഇവിടെ പറയാണ് ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. ഇന്ദ്രിയ ജയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് 2-ാം അധ്യായത്തിലൊക്കെ, വളരെ പല അധ്യായങ്ങളിലും, 2-ാം അധ്യായത്തിൽ മാത്രമല്ല. ഇന്ദ്രിയ ജയം വേണം, അതിനാണ് ദമ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതാണ് ദമ, അഥവാ ഇനി പ്രത്യാഹാരം എന്നാണ് യോഗശാസ്ത്രത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് അതിനെ, ഇത് നമ്മൾ ഉപകരണമാണ്, നമ്മൾ വേണം അത് ഉപയോഗിക്കാൻ എന്ന ആ ഒരു തോന്നല് നമുക്ക് സദാ ബോധത്തിലുണ്ടാവണം. അത് ബോധപൂർവമായിട്ട് ഈ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ വളരെ ബോധപൂർവമായിട്ട് ഓരോ നിമിഷവും ജീവിക്കണം. സോ വി ഷുഡ് ബി ഓൾവേസ് അലേർട്ട്, കോൺസ്റ്റന്റ്ലി അലേർട്ട് ആയിരിക്കണം. അപ്പം എന്തിനൊക്കെ നമ്മൾ അലേർട്ട് ആയിരിക്കണം? ശബ്ദം എന്താണോ നമ്മൾ കേൾക്കുന്നത്, സ്പർശം എന്താണോ നമ്മളെ സ്പർശിക്കുന്നത്, രൂപം എന്താണോ നമ്മൾ കാണുന്നത്, രസം എന്താണോ നമ്മൾ രുചിക്കുന്നത്, ഗന്ധം എന്താണോ നമ്മൾ ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഗന്ധമായിട്ട് ഘ്രാണിക്കുന്നത്. ഞാൻ എക്സാക്ട് മലയാളം വാക്ക് ഘ്രാണിക്കുകയാണ്, പറഞ്ഞ ആർക്കും എന്താന്ന് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. ആ ബോധം ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ നമുക്ക് ഇതിനെ നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ലെന്നെങ്കിൽ എന്ത് പറ്റും? എന്താണോ നല്ല രുചിയുള്ളത് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും, അല്ലേ? എന്താണോ നമുക്ക് ഇഷ്ടമുള്ള മണമുള്ളത് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. ഏത് സ്പർശമാണോ നമുക്ക് ഇഷ്ടമുള്ളത് അതിൻ്റെ പിന്നാലെ പോകും. അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അടിമയാവും. അപ്പം ഈ ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ എന്താണ്? അതിന് എന്തിനോടെങ്കിലും ഒട്ടിപ്പിടിക്കാനോ അതിൽ നിന്നും ഏറ്റവും അകലെ പോകുമ്പോഴും, അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അത് പറയുന്നുണ്ട്, അകലെ പോകാനോ ഉള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പൊ ഈ അകലെ പോകുമ്പോഴും ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എന്നിട്ടോടും ആ അറ്റാച്ച്മെന്റ് കൂടുക എന്നുള്ളതാണ് ഈ ഇന്ദ്രിയങ്ങളുടെ അവരുടെ സ്വഭാവം. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താണ്? whichever thing it is in contact അതുമായിട്ട് അറ്റാച്ച്ഡ് ആവുക. ഈവൻ ഡിറ്റാച്ച്മെന്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് അറ്റാച്ച്മെന്റ്. അത് മനസ്സിലാക്കണം. ബിക്കോസ് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും നമ്മളുടെ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് ഡിറ്റാച്ച്മെന്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് ആക്ച്വലി ഇസ് എ സ്ട്രോങ്ങർ ഫോം ഓഫ് അറ്റാച്ച്മെന്റ്. ശക്തമായ അറ്റാച്ച്മെന്റ് ഏറ്റവും ഈ ഡിറ്റാച്ച്മെന്റിലാണ് ഉണ്ടാകും. അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമായിട്ട് ഇന്ദ്രിയങ്ങൾ വിളിക്കുന്ന വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക? അത് ഓരോ ഇന്ദ്രിയവും വളരെ ഡിമാൻഡിങ് ആവും, വളരെ ഡിമാൻഡിങ്. എനിക്ക് ഇനിയും അത് വേണം, എനിക്ക് ഇനി അത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെയും എന്താണോ നമ്മൾ പുറകെ പോകുന്നത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ രുചികളാണ് നമുക്ക് കൂടുതൽ താല്പര്യം വെച്ചാൽ പിന്നെയും അത് വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ അത് ഡിമാൻഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും, അത് കർമ്മ ഇന്ദ്രിയങ്ങളാണെങ്കിലും ജ്ഞാനേന്ദ്രിയങ്ങളാണെങ്കിലും, നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഒരു കുട്ടിയെ എങ്ങനെ പാരന്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നു എന്ന മട്ടിൽ വളരെ കെയർഫുള്ളായിട്ട് അതിനെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ ആൾക്കാർ പറയും വേറെ ആരെയും കൺട്രോൾ ചെയ്യാം, കുട്ടികളെ മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയും. അത് ഇതേ സിദ്ധാന്തം, സെയിം തിയറി ഈസ് ആപ്ലിക്കബിൾ ദെയർ ഓൾസോ. അപ്പം ഏറ്റവും ഏർലിയർ സ്റ്റേജിൽ തന്നെ നമ്മളിത് മനസ്സിലാക്കി, ഇപ്പം കുട്ടികൾക്ക് ഇപ്പം മിഠായി വേണം, നമ്മൾ കുട്ടികളെ കൊടുക്കുമ്പോൾ മിഠായി കൊടുത്തിട്ടുണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും മിഠായി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ മിഠായി പിന്നെയും വേണം പറയും, പിന്നെയും കൊടുത്തിട്ടുണ്ടാവും. അപ്പം പിന്നെ നമ്മൾക്കറിയാം കുട്ടിക്ക് അത് നന്നല്ല എന്ന് നമുക്കറിയാം. അപ്പം എന്ത് പറയും? വേണ്ട, മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികൾ കരയാനും ബഹളം വയ്ക്കാനും ഒക്കെ തുടങ്ങും. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാണ്ടിരിക്കുമ്പോൾ അതും നമ്മൾക്ക് പലതരത്തിൽ നമ്മളോട് എതിരായിട്ട് നമുക്കൊരു രസമില്ല, അതൊരു സുഖമില്ല എന്നുള്ള മട്ടിൽ നമ്മളോട് തിരിച്ച് ബിഹേവ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ
എന്താ പറയാ, നല്ല നല്ല പാരന്റിങ് അല്ലെങ്കിൽ എന്താ ചെയ്യാ, ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വഴങ്ങി കൊടുക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ വഴങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആവും, നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അടിമയായി മാറും. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിരിക്കും. നമുക്ക് ഒരിക്കലും തന്നെ നമ്മളുടെ ഇന്റലിജൻസ് പ്രകാരം ബുദ്ധിപൂർവമായിട്ട്, ബോധപൂർവമായിട്ട്, വിവേകപൂർണമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ കഴിവ് ഇല്ലാതെയാക്കാൻ മാത്രം, അത്രമാത്രം പവർഫുൾ ആവാൻ ഇന്ദ്രിയങ്ങൾക്ക് കഴിവുണ്ട്. അപ്പം എന്തിലും ഒരു ടഗ് ഓഫ് വാർ, അങ്ങോട്ടോ ഇങ്ങോട്ടോ, നീയോ ഞാനോ എന്ന തരത്തിൽ ഇന്ദ്രിയങ്ങളും നമ്മളും തമ്മിൽ അടികൂടും. പക്ഷെ ആരെ ജയിക്കുക? കൂടുതൽ പവർഫുള്ള് നമ്മളുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മളുടെ ബുദ്ധിയെക്കാട്ടിലും. എന്താന്ന് വെച്ചാൽ അവര് ഒരു കുറച്ച് പ്രാവശ്യം നമ്മൾ വഴങ്ങി കൊടുത്താൽ അതിന് ഏറ്റവും കൂടുതൽ പവർഫുൾ ആവും. നമുക്ക് അവിടെ നിന്ന് ജയിക്കാൻ പറ്റാതെയാവും. അത് ഇപ്പം വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമുക്ക് ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ സമയത്ത് ചായ കുടിക്കുന്നവർക്ക് അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നവർക്ക് അത് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഒരു ഫിസിക്കൽ പ്രോബ്ലം ആയിട്ട്, ഇന്ദ്രിയങ്ങളുടെ പ്രോബ്ലമാണ് കിട്ടണം എന്നുള്ളത്. അതില്ലെങ്കിൽ തലവേദന, എന്തെങ്കിലും ഇറിറ്റബിലിറ്റി, വെറുതെ ഒരു ഇറിറ്റബിലിറ്റി, അയ്യോ അത് ഇല്ല, അത് പറ്റില്ല എന്ന്. അതുപോലെ തന്നെ പേപ്പർ രാവിലെ എഴുന്നേറ്റ ഉടൻ, മുമ്പൊക്കെ, ഇപ്പം പേപ്പർ വായിക്കുമെന്ന് എനിക്കറിയില്ല, പേപ്പർ വായിക്കുന്നവരുണ്ടെങ്കിൽ പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ അവരും ആകെ അജിറ്റേറ്റഡ് ആവും. എന്താ പേപ്പർ വരാത്തതെന്ന്, കിട്ടിയില്ലല്ലോ. അപ്പം ഇപ്പം ഏതൊരു ഇന്ദ്രിയത്തെയും നമ്മൾ നമ്മളുടെ വരുതി, അതൊരു ഇൻസ്ട്രുമെന്റ് ആണ് എന്നറിഞ്ഞ് നമ്മൾ, പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ, അത് വളരെ പ്രാധാന്യമേറിയതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി മറന്നു പോകും. ക്വാളിറ്റിയും തീർച്ചയായിട്ടും രുചികരമായ സാധനങ്ങൾക്ക് നമ്മുടെ ആരോഗ്യത്തിന് പറ്റാത്തതാണ്. എന്നാൽ നമ്മുടെ നാക്കിന് ഇഷ്ടമുള്ളത് നമ്മുടെ ഉടമ്പുക്ക് പറ്റാതെ എന്ന് പറയും. നാക്കിന് രുചിയുള്ളതൊന്നും തന്നെ നമ്മുടെ ശരീരത്തിന് നന്നല്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ അത് മനസ്സിലാക്കി, വേണ്ട കേട്ടോ, നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയെന്ന് നമ്മളെ കൺട്രോൾ ചെയ്താൽ, നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു അടിമത്തത്തിൽ നിന്ന് ഒഴിവാവാം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇല്ലെങ്കിൽ പറ്റുന്ന കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ സ്വാഭാവികമായിട്ടും ഈ അടിമ ആയി കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധം എന്ന് പറയൂ, നമ്മൾ ന്യായീകരിക്കാൻ തുടങ്ങും. വി വിൽ സ്റ്റാർട്ട് ജസ്റ്റിഫൈങ്. ഓക്കെ, വെൻ വി സ്റ്റാർട്ട് ജസ്റ്റിഫൈങ്, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, വി ഹാവ് ബിക്കം സ്ലേവ് ഫോർ സംതിങ് ഓർ അതർ. എവിടെ നമ്മൾ ന്യായീകരണം കണ്ടെത്താൻ തുടങ്ങിയോ അപ്പോൾ വിചാരിക്കുക വി ആർ ബിക്കമിങ് എ സ്ലേവ്, അതിനൊരു അടിമയാവുകയാണ് നമ്മളെന്ന് മനസ്സിലാവും. അതിൻ്റെ ഇൻഡിക്കേഷൻ അതാണ്. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ, കുടിക്കുന്നവർ എന്താ പറയുക, കുടിക്കുന്നവർ പറയും, നമ്മളൊന്നും കുടിച്ചിട്ടില്ലെങ്കിൽ കേരള സർക്കാർ എങ്ങനെയാണ് സർക്കാർ ശമ്പളം കൊടുക്കുക പറയും അല്ലേ. പിന്നെ അല്ലെങ്കിൽ ബീഡി വലിക്കുന്നവരാണെങ്കിൽ പറയും, നമ്മൾ ബീഡി വലിക്കണത് കാരണം എത്ര ജീവിതങ്ങളാണ് സപ്പോർട്ട് ചെയ്യണമെന്നറിയോ. എന്താ ന്യായീകരണം എന്നൊന്ന് നമ്മൾ ഈ വലിക്കാത്തവരും കുടിക്കാത്തവർക്കും മനസ്സിലാവും. എന്ത് മനോഹരമായ ന്യായീകരണങ്ങളാണ് എന്നുള്ളത്. ഇത് എല്ലാത്തിലും ബാധകമാണ്. ഭക്ഷണം കഴിക്കാൻ ഒരു കൺട്രോളും ഇല്ലാത്തവർ പറയും, പിന്നെന്തിനാ ജീവിക്കണം, നിങ്ങളൊക്കെ എന്തിനാ നിങ്ങൾ ജീവിക്കണം, മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കണം എന്ന് അവർ ന്യായീകരിക്കും. അപ്പം എന്തും മിതമായി നമുക്ക് ഒരു ഉപകരണമാണ്, കഴിക്കണ്ട എന്ന് പറയുന്നില്ല. അത് നമ്മളുടെ നന്മയ്ക്കായി നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ, അത് എന്തിൻ്റെയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നമുക്ക് അനുകൂലമായിട്ട് മാത്രം, അല്ലാതെ ഒരു രുചി ഇഷ്ടമാണ് അതിൻ്റെ പിന്നാലെ പോവുക, ഒരു എക്സ്പീരിയൻസ് ഇഷ്ടമാണ് അതിൻ്റെ പിന്നാലെ പോവുക എന്നെല്ലാം വരുമ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളെ നമ്മളുടെ കൺട്രോളിൽ വരുത്താൻ സാധിക്കും. ഇത് നമ്മളുടെ ജീവിത വിജയത്തിന് ഒരു വലിയ ഫാക്ടറാണ്. അപ്പം അതെങ്ങനെ ഇനി നമുക്ക് കൊണ്ടുവരാം? നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളരെ പവർഫുൾ ആൾക്കാരാണ്. വളരെ പവർഫുൾ ആൾക്കാരെ ഒതുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുമ്പിൽ അത് ഉണ്ടാവുമ്പോഴും കൂളായിട്ട് നോ പറയണം. കൂളായിട്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീമാണ് എന്ന് വിചാരിക്കുക, അത് അങ്ങനെ നമ്മുടെ മുമ്പിലുണ്ടാവും, വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയുക. അതാണ് നമ്മളുടെ ഇൻ്റലിജൻസ്. ഇടയ്ക്കിടയ്ക്ക് നോ പറയാം. നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക,
അപ്പോൾ ഒരു ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ ഒഴികെയുള്ള ബാക്കി സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ കാണും. ഓക്കെ, ഇന്ന് ചൊവ്വാഴ്ചയാണ് ഞാൻ കഴിക്കില്ല, ശനിയാഴ്ചയാണ് ഞാൻ കഴിക്കില്ല, വ്യാഴാഴ്ചയാണ് കഴിക്കില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നോ പറയുക. അപ്പോൾ അങ്ങനെ നോ പറയുമ്പോൾ എന്താ പറ്റുന്നത്? ഇതാണ് നമ്മളുടെ എല്ലാ വ്രതങ്ങളുടെയും മെസ്സേജ്. അതാണ് നമ്മൾക്ക് എല്ലാ വ്രതങ്ങളെയും നമ്മൾ ഈ നോ, നമ്മളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും നോ പറയുന്ന, നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നോ നമ്മളെ കൊണ്ട് സുഖമായിട്ട് പറയിക്കാനുള്ള ആ മനസ്സിന്റെ ട്രെയിനിങ് ആണ് നമ്മുടെ എല്ലാ വ്രതങ്ങളും. നമ്മൾ മുമ്പും നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മളുടെ വ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ജിഹ്വ ഉപസ്ഥ ജയമാണ്. ജിഹ്വ ഉപസ്ഥ ജയം എന്ന് പറഞ്ഞാൽ ഒന്ന് ജിഹ്വ എന്ന് വെച്ചാൽ നാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വ്രതങ്ങൾ എടുക്കുമ്പോൾ അത് ഏത് വ്രതമാണെങ്കിലും നമ്മളോട് പറയും, നിങ്ങൾ ആ ഏത് വ്രതമാണ് എടുക്കുന്നത്, ഇപ്പൊ ഏകാദശിയാണെന്നുണ്ടെങ്കിൽ നാമം ചൊല്ലൂ, നാരായണ നാമം ജപിക്കൂ, രാമനാമം ജപിക്കൂ. അപ്പൊ എന്തായി? നാക്ക് കൊണ്ട് നാമം ചൊല്ലും. അതേപോലെ തന്നെ ഭക്ഷണമാണെങ്കിലും മിതമായിട്ട്, ഇപ്പോൾ എന്താ അരി ഭക്ഷണം പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാ ഭക്ഷണവും വാരിക്കോരി കഴിക്കരുത്, അതിനാൽ ഉദ്ദേശമല്ല. അപ്പോൾ ഏറ്റവും മിതമായിട്ട്, ചിലവരാണെങ്കിൽ ജലം മാത്രം, ചിലർ പാലോ അല്ലെങ്കിൽ പഴങ്ങളോ അങ്ങനെ ഒന്ന് മാറിയിട്ട് ഏറ്റവും മിതമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് മാസത്തിൽ 2 ദിവസം അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ജിഹ്വ ഉപസ്ഥ ജയം എന്ന് അപ്പോഴും കണ്ടോ, നമ്മുടെ 2 മെയിൻ ഇന്ദ്രിയങ്ങളെ, സെറ്റ് ഓഫ് കർമ്മേന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളിലെ ആ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർഗമാണ് നമ്മളുടെ വ്രതങ്ങൾ. സോ വിത്ത് വ്രതം വാട്ട് ഹാപ്പൻസ്, വി ആർ ടെല്ലിങ് നോ ഫോർ ഓൾ ദീസ് സെൻസ് ഓർഗൻസ് ഹു ക്യാൻ ബിക്കം അവർ മാസ്റ്റേഴ്സ്. അപ്പോൾ അവരുടെ മാസ്റ്റർ നമ്മളാവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ വ്രതത്തിന് നമ്മൾ യോഗശാസ്ത്രത്തിൽ, അപ്പോൾ വ്രതം പ്രത്യാഹാരം ആണ് യോഗശാസ്ത്രത്തിൽ. വേദാന്തത്തിൽ ദമ. അപ്പം ഓർക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയും. നമ്മളൊക്കെ എല്ലാ തരത്തിലുള്ള പ്ലഷേഴ്സും ആസ്വദിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. ഓൺലി തിങ് ഇസ് ദാറ്റ് വി ഷുഡ് നോട്ട് ബിക്കം എ സ്ലേവ് ടു ദാറ്റ്. നമ്മൾ അതിന് അടിമപ്പെടരുത്. അതിന് എന്താ കാര്യം? അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ്? വി ഷുഡ് ബി ഡിസിപ്ലിൻഡ്. ആ സെൽഫ് ഡിസിപ്ലിൻ. ഇനി ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് അനഹങ്കാര. അനഹങ്കാരാണ് നെക്സ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അഹങ്കാരം എന്ന് കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പൊ അനഹങ്കാരം എന്ന് വെച്ചാൽ ആ അഹങ്കാരം ഇല്ലാത്ത അവസ്ഥ, അതാണ് അനഹങ്കാരം. അപ്പം നമുക്ക് മുമ്പ് 8ാമത്തെ ശ്ലോകത്തില് നമ്മൾ അമാനിത്വം അടമ്പിത്വം എന്ന് അതോടെ തുടങ്ങുന്നത് അമാനിത്വമാണ്. അപ്പം എന്താണ് അമാനിത്വം പറഞ്ഞാലും ഒരു ഹ്യൂമിലിറ്റിയാണ്, അനഹങ്കാരം എന്ന് പറഞ്ഞാലും ഹ്യൂമിലിറ്റിയാണ്. അപ്പം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഭഗവാൻ എന്തിനാ 2 പ്രാവശ്യം ഇത് പറയുന്നത്? അപ്പം അമാനിത്വം എന്ന് വെച്ചാൽ എന്താ? ഞാനാണ് ഈ ലോകം മുഴുവനും കൊണ്ടു നടക്കുന്നത്, ഐ ആം ദി സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്നുള്ളത് ചിന്താതലത്തിലാണ്. ഇറ്റ്സ് അറ്റ് ദ തോട്ട് ലെവൽ. ഓക്കെ, അമാനിത്വം എന്നുള്ളത് ചിന്താതലം. അതേസമയം അനഹങ്കാരം എന്നുള്ളത് അറ്റ് ദി വെർബൽ ലെവൽ, നമ്മളുടെ വാക്കിൻ്റെ ലെവലിൽ. അപ്പോൾ അമാനിത്വം ഈസ് അറ്റ് തോട്ട് ലെവൽ ആൻഡ് അനഹങ്കാരം ഈസ് അറ്റ് ദ വെർബൽ ലെവൽ. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, നമ്മളൊരു ആൾക്കാരുമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയണം, എൻ്റെ മോൻ ഇന്നലെ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടായി. അടുത്ത ആളെപ്പോഴേക്കും എന്താ പറയുക? ഇല്ല, എൻ്റെ മോള് അങ്ങനെയല്ല. അപ്പം അവർ എന്താണോ അപ്പോൾ പറഞ്ഞത്, ആരെങ്കിലും പറഞ്ഞത് അത് കേൾക്കുന്നില്ലെങ്കിൽ, അപ്പം ഞങ്ങൾ കാറ് കൊണ്ടുപോയപ്പോൾ അപ്പോഴേക്കും കേൾക്കുന്ന ആൾക്കാണ് ഞങ്ങളുടെ കാറ്, അപ്പം അല്ലെങ്കിൽ എൻ്റെ ഇത്. അപ്പം അങ്ങനെ എവിടെയാണെങ്കിലും ഞാൻ എനിക്കുള്ളത് ഇത് തന്നെയായിരിക്കും ഡിസ്കഷനും ഹൈലൈറ്റ് പോയിന്റും. അപ്പം ഇറ്റ്സ് ഓൾവേസ് ഇനി എന്ത് കാര്യത്തിലാണെങ്കിലും എൻ്റേത്, എനിക്കുള്ളത് ഇത് തന്നെ, മീ മൈസെൽഫ് എന്നുള്ള വർത്തമാനങ്ങൾ എന്തിനേയും അവർ പിന്നെ ഇപ്പം അത് ഒക്കെ പോട്ടെ,
ബഹിരാകാശത്തുള്ള സുനിത വില്യംസിനെ കുറിച്ചാണ് ഒരു ചർച്ച എങ്കിലും അപ്പം അവര് അവരുടെ എന്തെങ്കിലും കാര്യമായിരിക്കും അതിൽ കൊണ്ടുവന്ന് ഇടുക. അപ്പം ആ ഒരു അഗെയിൻ അലേർട്ട്നെസ്, ബോധപൂർവം ജീവിച്ചാൽ മനസ്സിലാവും, ഓക്കെ ഇവിടെ ഇപ്പം എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മളുടെ വീട്ടിലെ കാര്യമോ നമ്മളെ കുറിച്ചോ അല്ല, ഓക്കെ ദിസ് സംതിങ് എൽസ് ഇസ് ബീയിങ് ടോക്ക് എന്ന് മനസ്സിലാക്കുക. അപ്പം ആ വെർബൽ ലെവലിലുള്ള ഐ മീ മൈസെൽഫ് കുറയ്ക്കുക എന്നതാണ് അനഹങ്കാരം എന്ന് ഇവിടെ പറയുന്നു. പിന്നെ നമ്മൾ അമാനിത്വം, അദംബിത്വം, ഇവിടെ അദംബിത്വം പറയുന്നില്ലേ, അപ്പം ആ ദമ്പ് എന്നുള്ളത് കായിക ലെവല്, അറ്റ് ഫിസിക്കൽ ലെവൽ എന്ന് വെച്ചാൽ അപ്പം നമ്മൾ കണ്ടു അത്. എന്നില്ലാത്തവർക്ക് ഒരു പറഞ്ഞു തരാം. അദംബിത്വം എന്ന് പറയുന്നത് അറ്റ് ഫിസിക്കൽ ലെവൽ. അപ്പോൾ അത് അപ്പിയറൻസിലൊക്കെ വളരെ കൂടുതൽ എക്സ്ട്രീമായിട്ട് ആ പോംപ് ആൻഡ് ഷോ കാണിക്കുന്നത്. അതായത് അപ്പം ഡ്രസ്സിങ്ങിലും എല്ലാം ഉള്ള ആ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതിനെയാണ് അദംബിത്വം എന്ന് പറയുന്നത്. അപ്പം ഈ ഐ മീ മൈസെൽഫ് എന്നുള്ളത് അത് ചിന്താതലത്തിൽ തോട്ട് ലെവലിലാവുമ്പോൾ അത് അമാനിത്വം, മനസ്സ്, ഓക്കെ മനസ്സിൻ്റെ ലെവൽ അത് അമാനിത്വം. അത് വേർബൽ ലെവലിൽ വർത്തമാനത്തിൻ്റെ ലെവലിലാവുമ്പോൾ അത് അഹങ്കാരം. അത് ഫിസിക്കൽ ലെവലിൽ കായിക ലെവലിലാവുമ്പോൾ ഉള്ളത് ആണ് അദംബിത്വം. ഓക്കെ അപ്പം അത് ഫിസിക്കൽ ലെവൽ കാണിക്കുമ്പോൾ അത് ദംബിത്വം, അത് കാണിക്കാതിരിക്കുന്നത് അദംബിത്വം. ആ ചേർക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം അമാനിത്വം, അദംബിത്വം, അനഹങ്കാരം, ഈ മൂന്നും അനഹങ്കാരമായത് കാരണം അത് പോസിറ്റീവ് ക്വാളിറ്റിയാണ്. അഹങ്കാരം എന്നുള്ളത് നെഗറ്റീവ് ക്വാളിറ്റി, മാനിത്വം എന്നുള്ള നെഗറ്റീവ് ക്വാളിറ്റി, ദംബിത്വം എന്നുള്ളതും നെഗറ്റീവ് ക്വാളിറ്റി. അപ്പോൾ അദംബിത്വത്തിൻ്റെ നമ്മൾ സിംപ്ലിസിറ്റി, അമാനിത്വം, അനഹങ്കാരം എന്നുള്ളത് ഹ്യൂമിലിറ്റി ഇംഗ്ലീഷിൽ ആവുമ്പോൾ ആ വിനയം. പിന്നെന്താ അടുത്തത്, ജന്മ മൃത്യുജരാവ്യാധി ദുഃഖദോഷാനുവർത്തനം. ഇത് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എന്താ, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുവർത്തനം. അപ്പോൾ നമ്മൾ സദാ നമ്മളുടെ ശരീരത്തിൽ കുരുങ്ങി കിടക്കുന്ന ഒരു ജീവാത്മാക്കളാണ്, ശരീരബോധത്തിൽ തന്നെ കുരുങ്ങി കിടക്കുന്നതാണ്. അപ്പം നമ്മൾ സദാ ഇങ്ങനെ ശരീരബോധത്തിൽ കുരുങ്ങി കിടക്കുന്നവരാവരുത്. നമ്മൾ വി ആർ മച്ച് മോർ ദാൻ അവർ ഫിസിക്കൽ ബോഡി എന്നുള്ള ബോധം ഉണ്ടാവുക. നമുക്ക് ഈ ശരീരത്തിൽ മാത്രമല്ല, ഇവിടെ നമ്മൾ ഈ ശരീരത്തിലും ഉപരിയായിട്ട് നമുക്ക് ഒരു നിലനിൽപ്പുണ്ട്. അത് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നു. യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ, യു ആർ എൻ ഓഷ്യൻ ഇൻ ദ ഡ്രോപ്പ് എന്ന ആ ഒരു ബോധം വേണം. അപ്പം ഈ നമ്മുടെ ഈ ശരീരബോധമാണ് നമ്മളുടെ കുറേയേറെ പ്രശ്നങ്ങൾക്കും കാരണം. അമിതമായിട്ട് നമ്മൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കണം, അമിതമായ എല്ലാത്തിനെയും ഒഴിവാക്കാനാണ് പറയുന്നത്. ഇവിടെ മോഡറേഷൻ്റെ കാര്യമാണ്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്ന കാര്യമാണ്, അതും ഓർമ്മ വേണം. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം, അതായത് ശരീരം നമ്മൾ നോക്കണം തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ മുമ്പും പറഞ്ഞില്ലേ, ശൗചം. അപ്പോൾ ശരീരം നോക്കണം, എക്സ്ട്രീമായിട്ട് എക്സസീവായിട്ട് ഒബ്സസ്ഡ് ആയിരിക്കരുത് എന്ന് മാത്രമാണ്. അത് എപ്പോഴും ഓർമ്മ വേണം. ഒന്നും വേണ്ട എന്നല്ല, എവറിത്തിങ് ഇൻ മോഡറേഷൻ ഇസ് ഫൈൻ, എവറിത്തിങ് ഇൻ മോഡറേഷൻ. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ഇപ്പോൾ നമ്മൾ ഈ ശരീരബോധവും അപ്പിയറൻസിനും ഒക്കെ വളരെയേറെ പ്രാധാന്യമുള്ളൊരു സമയത്തിൽ കൂടെയാണ് പോകുന്നത്. എന്നും ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആണെങ്കിലും ഈ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും എന്തുമാത്രം ഹൈബ്ഡാണ്, അതിൽ എത്രമാത്രം ആൾക്കാർ കുരുങ്ങിക്കിടക്കുന്നതെന്ന് വെച്ചാൽ പല പല ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം ആൾക്കാരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യമാണ്. കഴിവതും കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആസീസ് ആണ് ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളും. ആ മനസ്സിൻ്റെ
അതാണ് അകത്തിൻ അഴക് മുഖത്തിൽ തെളിയും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഭഗവാൻ പറഞ്ഞു തന്ന പോലെ അകം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് ഇൻ ബോത്ത് സെൻസ്, മാനസികമായിട്ടും അതെ ശാരീരികമായിട്ടും അതെ, നല്ല ഭക്ഷണം, നിറച്ചു വെള്ളം, നല്ല പ്രാണായാമം, അതെല്ലാം അകത്തേക്ക് കൊടുക്കുക. അതേപോലെ നല്ല ചിന്തകളും ചിത്തശുദ്ധിയായിട്ടുണ്ടെങ്കിൽ മുഖവും മാത്രമല്ല എൻറ്റയർ ശരീരം തിളങ്ങാൻ തുടങ്ങും. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ പല ട്രീറ്റ്മെന്റും പോക്കറ്റ് മാത്രമല്ല ജീവൻ തന്നെ എടുക്കുന്നതാണ് ഇന്നത്തെ കാലത്ത്. അത് കുട്ടികളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അപ്പം ഓർക്കുക, ശരീരം തീർച്ചയായിട്ടും ശരീരത്തിനെ നെഗ്ലക്ട് ചെയ്യരുത്. ആരോഗ്യം ആണ്, ഹെൽത്ത് ഈസ് മച്ച് മോർ ദാൻ വെൽത്ത്, അതും മനസ്സിലാക്കുക. പക്ഷെ അമിതമായിട്ട് നമ്മൾ ഒരിക്കലും ശരീരത്തിന് അതിൻ്റെ അപ്പിയറൻസിനും ഒന്നും പ്രാധാന്യം കൊടുക്കരുത്. സോ ടേക്ക് വെരി ഗുഡ് കെയർ ഓഫ് ഹെൽത്ത് വിത്ത് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആയിരിക്കണം, അതിൽ ഒരു സംശയമില്ല. പക്ഷേ ശരീരമായിട്ട് വളരെ ഒട്ടിപ്പിടിച്ച് അറ്റാച്ച്ഡ് ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് പല ശരീരമാണ്, എന്തെങ്കിലും പ്രശ്നം ഇല്ലാതിരിക്കില്ല, അത് 100% ആണ്. നമുക്കൊരു ശരീരം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വേദന, എന്തെങ്കിലും അസുഖം ഇതില്ലാത്ത മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, റൈറ്റ് ഫ്രം നമുക്കറിയാം, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഇന്ന് വരെയും എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഒരു ശരീരം ഉണ്ടാവില്ല. അപ്പോൾ അത് പക്ഷെ അതിൽ തന്നെ കുരുങ്ങി കിടക്കരുത്. എൻ്റെ വേദന, എൻ്റെ അസുഖം എനിക്കിങ്ങനെ, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇപ്പൊ രമണ മഹർഷിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രമണ മഹർഷി പറഞ്ഞു ആ ഒരു സർജറി ചെയ്യണമെങ്കിൽ അതിനിപ്പോൾ അനസ്തേഷ്യയുടെ ഒന്നും ആവശ്യം, നിങ്ങൾ ആ ഭാഗത്ത് സർജറി ചെയ്തോളൂ, ഈ ശരീരമല്ലേ, ഇതിലിപ്പോൾ എന്തത്ര വലിയ കാര്യം എന്ന്. അത് അങ്ങനെ അത്രമാത്രമാണ് മനസ്സിന്റെ ആ ശക്തി. ഹൗ ദാറ്റ് മച്ച് ഹി വാസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദാറ്റ്, ആ ശരീരബോധത്തിൽ നിന്നും പുറമേ ആയിരുന്നു. നമ്മൾക്ക് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഈ ദേഹാഭിമാനം നമ്മൾ കുറച്ചുകൊണ്ടുവരിക. അപ്പം ആ ദേഹാഭിമാനം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺസ്റ്റന്റ്ലി നമ്മളെ ഓർമ്മിപ്പിക്കണം. നമ്മളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പണി. നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതം. ശരീരം എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാ പ്രവൃത്തിയും ചെയ്യുക, എന്നിട്ട് ചിരിച്ച് കളിച്ച് മുന്നോട്ട് പോകും. കുറേ ചിരിച്ചാൽ തന്നെ നമ്മുടെ 99% പ്രശ്നങ്ങളും ഇല്ലാതെയാവുകയും ചെയ്യും. അപ്പം ശരീരത്തിന് എന്താണ് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ഒന്നാമത് ഈ ജന്മം, അത് സംഭവം ഓർ അതർ ഹാപ്പൻഡ് അല്ലേ, ഇറ്റ്സ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. ആൻഡ് ജന്മ മൃത്യു ഓൾസോ ഡെഫിനറ്റ് ആണ്, അതിലും ഒരു സംശയമില്ല. അതൊക്കെ നടക്കുന്ന സമയത്ത് നടക്കും. പക്ഷെ ഏറ്റവും പേടിയുള്ള കാര്യങ്ങൾ എന്താണ്? ജന്മ മൃത്യു, ജര ഓൾഡ് ഏജ് അല്ലേ, ഏറ്റവും പേടിയുള്ള വസ്തുവാണ് ഓൾഡ് ഏജ്. മുടി നരയ്ക്കുന്നു, തൊലി ചുരുങ്ങുന്നു, വേദന ഇല്ലാത്ത ജോയിന്റുകളൊക്കെ ജോയിന്റുകൾ മുഴുവൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾക്ക് ഇത് സ്വാഭാവികമാണ്. ജന്മ മൃത്യു ജര വ്യാധി നമ്മൾ പറഞ്ഞു, അത് ഒന്നല്ലെങ്കിൽ ഒരു വ്യാധി എന്നുണ്ടാവും, അത് ദുഃഖം. അപ്പോൾ അതുകൊണ്ടുള്ള ദുഃഖം. അപ്പോൾ ജന്മ മൃത്യു ഈ 5 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ ജര എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ്. അപ്പോൾ ഓൾഡ് ഏജ് നമ്മൾ വളരെ പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും യങ് ഏജ് എന്ന് പറയുന്ന സമയത്ത് എടുത്താൽ നമുക്ക് അധികം ആശ്രയിക്കാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ബിക്കോസ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ പലരെയും ആശ്രയിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഉള്ളത്. നമുക്ക് വയസ്സാം കാലത്ത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ അത് പറ്റില്ല. നമ്മൾ പറ്റുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മക്കളോ ആരുടെയെങ്കിലുമൊക്കെ മക്കളോ തീർച്ചയായിട്ടും നമ്മൾക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മൾ ലോകമേ തറവാട്, വസുദൈവ കുടുംബകം എന്ന തരത്തിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. സംബഡി ഓർ സമ്മൺ വിൽ ഡെഫിനറ്റ്ലി ബി ദെയർ ഫോർ അസ്. അപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നല്ലത് ചിന്തിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുക എന്നാണ്. തുടർന്ന് സമയം എങ്ങനെ പോകുന്നു? 8:05. 10ാമത്തെ ശ്ലോകം. അസക്തിരനഭിഷ്വംഗഃ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തേഃ
തേഷു. അപ്പൊ അസക്തി, അസക്തി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ ആസക്തി എന്നുള്ള വാക്ക് മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. ഇതിനോട് ഒരു ആസക്തി, മദ്യാസക്തി എന്നുള്ള വാക്ക് പേപ്പറിലും ന്യൂസിലും ഒക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പം ആസക്തി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ മെന്റൽ സ്ലേവറി അല്ലേ, അതല്ലേ ആസക്തി. എന്തെങ്കിലും അതിനോടുള്ള അമിതമായിട്ടുള്ള ആ ആസക്തി. അപ്പം ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം എന്നുള്ള പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ, ആ വൈരാഗ്യം എന്നുള്ളതിൻ്റെ ആ അസക്തി എന്നുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ നേരത്തെ അത് ഇന്ദ്രിയങ്ങളുടെ തലത്തിലാണ് പറഞ്ഞത്, ഇവിടെ അത് പറയുന്നത് മനസ്സിന്റെ തലത്തിലുള്ള ആ ഒരു വിരക്തി കൊണ്ടുവരുന്നതാണ്. ഓക്കെ, മനസ്സിന്റെ തലത്തിൽ വിരക്തി കൊണ്ടുവരുന്നതിനെയാണ് അസക്തി എന്ന് പറയുന്നത്. അതാണ് മനോനിഗ്രഹം. നേരത്തെ ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹത്തിന് എന്താ പറയുക, ദമ. ഇന്ദ്രിയ നിഗ്രഹണത്തിന് ദമ, മനസോ നിയന്ത്രണത്തിന്, മനോനിഗ്രഹത്തിന്, മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് ശമ. ബിക്കോസ് ബോത്ത് ആർ ഈക്വലി നീഡഡ്. അപ്പം നമുക്ക് പലപ്പോഴും ഒരു ഈ ഇന്ദ്രിയ നിഗ്രഹവും മനോനിഗ്രഹവും, അപ്പം ഇപ്പൊ ഇന്ദ്രിയങ്ങള് നമുക്ക് ഒരു ഇഷ്ടമുള്ള ഭക്ഷണം, എളുപ്പമല്ലേ, ഇഷ്ടമുള്ള ഭക്ഷണം, അത് നമുക്ക് ഒന്നുകിൽ വാങ്ങാതിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ അത് ഇന്ദ്രിയ ലെവലിൽ നമ്മൾ അതിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഒന്നുകിൽ വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് പോവാതിരിക്കുക, ആ പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിലേക്ക് പോവാതിരിക്കുക. അങ്ങനെ നമ്മളത് അതിൽ നിന്നും ഫിസിക്കലായിട്ട് ദൂരെ നമുക്ക് വരാൻ പറ്റും. പക്ഷേ മനോനിയന്ത്രണം ഇല്ലെങ്കിൽ എന്താ, നമ്മൾ മനസ്സിൽ അത് തന്നെയായിരിക്കും ചിന്തിക്കുക, അയ്യോ കഴിക്കായിരുന്നു, വാങ്ങായിരുന്നു, ഉണ്ടെങ്കിൽ നന്നായിരുന്നു, എത്ര ദിവസമായി. അപ്പം മനസ്സിൽ വിൽ ബി ഡ്വെല്ലിങ് അപ്പോൺ the same thing, though we have physically distanced from that. This is applicable not just for ഭക്ഷണത്തിന്റെ കാര്യത്തില്ല, ആൾക്കാരുടെ കാര്യത്തിലും ഇത് വളരെ വളരെ ട്രൂ ആണ്. ഏത് ഇപ്പൊ ഇന്ദ്രിയ തലത്തിൽ ഉള്ള നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള എന്തിനോടും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ആർ ഗ്രോസർ ദാൻ അവർ മൈൻഡ് അല്ലേ. നമ്മൾ ഇന്ദ്രിയങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഇറ്റ്സ് മോർ ടാഞ്ചിബിൾ ഓർ ഗ്രോസർ ദാൻ മൈൻഡ്. അപ്പം അത് കൺട്രോൾ ചെയ്യാൻ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ ആള് നമുക്ക് കാണേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ളവർ, അവര് 3000 മൈലോ 8000 മൈലോ ദൂരെ ആയിരിക്കും. പക്ഷെ ഫിസിക്കലി ദൂരെ ആണെങ്കിലും മനസ്സ് അവിടെ തന്നെ, അവരിൽ തന്നെ വ്യാപരിച്ച് നിൽക്കാൻ സാധിക്കും. അപ്പൊ ഇന്ദ്രിയങ്ങളിൽ നിന്നും, ഇന്ദ്രിയങ്ങളെ വെച്ച് നമ്മളുടെ അറ്റാച്ച്മെന്റ്സിൽ നിന്നും നമുക്ക് അകലാൻ എളുപ്പമാണ്. പക്ഷെ മനസ്സിന്റെ തരത്തിൽ നമുക്ക് അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിന്റെ ആ വാസന, അപ്പൊ മനസ്സിനെ എന്ത് ചെയ്യണം, മനസ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം, അതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിനെ നമ്മൾ മാസ്റ്റർ ചെയ്താൽ നമുക്ക് ഒരു തരത്തിലുള്ള അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ അപ്പോൾ വിചാരിക്കും, ഓക്കെ ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ, സ്മോക്കിംഗ് അഡിക്ഷൻ, ഇതല്ല, അത് മാത്രമല്ല, അതൊന്നും അല്ല. അതൊക്കെ പുറമേക്ക് കാണുന്ന അഡിക്ഷൻസ് ആണ്. നമ്മളുടെയൊക്കെ ഒരു അഡിക്ഷൻ എന്താണെന്നുള്ളത് ഒന്ന് കണ്ണടച്ചിട്ട് നമ്മൾക്കൊന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ടെംപ്ടേഷൻസ് ഇതെന്നൊക്കെ നമുക്ക് പുറത്തു വരാൻ സാധിക്കും. അപ്പം അതിന് എങ്ങനെയാണ് നമുക്ക് സാധിക്കുക, നമുക്ക് നമ്മളുടെ ഡിസ്ക്രിമിനേറ്ററി പവർ, ആ ഡിസ്ക്രിമിനേറ്ററി പവറിനാണ് വിവേകം. ആ വിവേകം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. ഏതിനോടുള്ള അമിതമായ ആസക്തി നമുക്ക് അതിജീവിക്കാൻ നമ്മളുടെ ഡിസ്ക്രിമിനേറ്ററി പവർ കൊണ്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ മറ്റ് ബാഹ്യമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ നമ്മൾ അകലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു രോഗം വന്നു, ഡയബറ്റീസ്. ഓക്കെ, ആ രോഗം ഉള്ളത് കൊണ്ട് നമ്മൾ മധുരം ഒഴിവാക്കുക. അപ്പം ആക്ച്വലി മധുരം താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ടോർച്ചറാണ്. ബിക്കോസ് അവര് അത് ചെയ്യുന്നത് ഒരു നിർബന്ധത്തിന്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു നിർബന്ധം കൊണ്ടാണ്. അതേപോലെ കുടിയന്മാരായ ആൾക്കാർ വീട്ടിലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ലൈഫ് പാർട്ട്ണർ, സ്പൗസിന്റെ നിർബന്ധം കൊണ്ട് കുടി നിർത്തുമ്പം അത് അവർ സപ്രസ് ചെയ്യാണ്. അതേസമയം അവനവനായിട്ട് ചെയ്യുമ്പോൾ യു കെൻ ട്രാൻസെൻഡ് ദാറ്റ്.
അതാണ് പുറമേ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടും നമ്മളായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ നമ്മളപ്പം മാസ്റ്റർ ചെയ്തവർക്കേ അത് പറ്റുള്ളൂ. സോ യു വിൽ നോട്ട് ഗെറ്റ് അഡിക്റ്റഡ് ടു എനിത്തിങ്. അപ്പം നമ്മുടെ ടെംപ്റ്റേഷൻസ് ഒക്കെ നമുക്ക് അതിജീവിക്കാൻ യു ക്യാൻ ട്രാൻസെൻഡ് ഓൾ കൈൻഡ് ഓഫ് ടെംപ്റ്റേഷൻസ്. അപ്പം ഇനി അടുത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ പറയുകയാണ് എന്തൊക്കെയാണെന്ന്. നമ്മൾ ഒരു എക്സസീവായിട്ട് പോകരുതെന്ന് പറയാണ്. പുത്രധാര ഗൃഹ ആദിഷു. ഓക്കെ, പുത്രധാര ഗൃഹ ആദിഷു. അപ്പൊ ഇതൊക്കെ ആരാന്ന് പറയാം. ഇതെല്ലാം കൂടി ഒന്ന് ഒറ്റ ഇതാണ്. പുത്രധാര ഗൃഹ ആദിഷു. പുത്ര എന്ന് വെച്ചാൽ കുട്ടികൾ, നമ്മളുടെ കുട്ടികൾ. ധാര സ്പൗസ്. ഓക്കെ, ധാര എന്ന് വെച്ചാൽ ഭാര്യയാവാം ഭർത്താവാം. പുത്ര, ധാര, പിന്നെ 3 ഗൃഹം. ഗൃഹം മീൻസ് നമ്മളുടെ വീട്. ഈ വക ഇതുമായിട്ട് അനഭിഷ്വംഗ. പുത്രധാര ഗൃഹ ആദിഷു അവരുമായിട്ട് അനഭിഷ്വംഗ. ഇത്രയും ആൾക്കാരുമായിട്ട്, ഇത്രയും കാര്യങ്ങളുമായിട്ട് അനഭിഷ്വംഗ. ഇത് അനഭിഷ്വംഗ. അഭിഷംഗ എന്ന് വെച്ചാൽ എന്താ? ഓവർ അറ്റാച്ച്മെന്റ്. നേരത്തെയും പറഞ്ഞു, ഇവിടെ എല്ലാം എക്സസീവ് പാടില്ല എന്നുള്ളതാണ് പറയുന്നത് എന്ന് എപ്പോഴും ഓർക്കുക. അപ്പൊ അനഭിഷ്വംഗ എന്ന് പറഞ്ഞാൽ നമ്മള് അഭിഷംഗ ഈസ് ഓവർ അറ്റാച്ച്മെന്റ്. അപ്പോൾ ആ ഓവർ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥയാണ് അനഭിഷംഗ. അതായത് തീവ്രമായ രാഗ ഉണ്ടാവാതിരിക്കുക. അപ്പം ആരോടൊക്കെ ലിസ്റ്റ് ഉണ്ട്? പുത്ര, ധാര, ഗൃഹ, ആദി. ഇനി അവിടെ ഗൃഹ എന്ന് പറഞ്ഞാൽ നിർത്തുന്നില്ല. ആൻഡ് എറ്റ്സെട്ര എന്ന് മുതലായവ ഇനി ഉണ്ടാവും. ബാക്കി ചില സ്പെഷ്യൽ പീപ്പിൾ ഉണ്ടാവും, സ്പെഷ്യൽ പ്ലേസസ് ഉണ്ടാവും, സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കൂടുതൽ. അപ്പോൾ അതെല്ലാം ആയിട്ട് എക്സസീവ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്. അപ്പൊ ഈ ഭഗവാൻ പറഞ്ഞ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത പുത്ര, ധാര, ഗൃഹ ഇവരൊക്കെയാണ് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ആയിരിക്കണം, അല്ലേ? നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ യു ആർ റിയലി ഇന്റർട്വൈൻഡ് വിത്ത് ആൻഡ് കണക്റ്റഡ് വിത്ത് ദീസ്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അറ്റാച്ച്മെന്റ് ഒഴിവാക്കാൻ പറ്റില്ല. യു കനോട്ട് അവോയ്ഡ് അറ്റാച്ച്മെന്റ്. ഇവിടെ പറയുന്നത് ഓവർ അറ്റാച്ച്മെന്റിന്റെ കാര്യമാണ്. അറ്റാച്ച്മെന്റ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രൂപ്പല്ല, ഒരേ ഒരു വെരി ഫ്യൂ പീപ്പിൾ. അവരുടെ പേരാണ് പരമഹംസ പരിവ്രാജക. പരമഹംസ നമ്മൾ കേട്ടിട്ടുണ്ട്. ആർക്ക്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അങ്ങനെ പരമഹംസ യോഗാനന്ദ, അല്ലെ? അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് അത് സാധിക്കുള്ളൂ. അവരെയാണ് അങ്ങനെ പറയുക. അപ്പൊ പരമഹംസ മാത്രമല്ല, പരമഹംസ പരിവ്രാജക. ബിക്കോസ് ദിസ് പരിവ്രാജക ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ അവര് ഒരു ഒറ്റൊരു സ്ഥലത്ത് തങ്ങാത്തവരാണ്. അപ്പോൾ ഒരേ സ്ഥലത്ത് തങ്ങിയിട്ട് പരമഹംസ പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും അറ്റാച്ച്മെന്റ് കുറയും. ബിക്കോസ് ദേ ആർ അറ്റാച്ച് ടു ദാറ്റ് ഹൗസ് ഓർ പ്ലേസ്. അപ്പം ഒരു ഭാഗത്തും തങ്ങാതെ ദേ കോൺസ്റ്റന്റ്ലി അവര് മൂവ് അറൗണ്ട് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നോ അറ്റാച്ച്മെന്റ് എന്നുള്ള തലത്തിൽ അവരെ പറയാൻ പറ്റും. ഇപ്പൊ ഭഗവാൻ പറയാണ് എപ്പോഴും ഓൾവേസ് അവോയ്ഡ് ഓവർ അറ്റാച്ച്മെന്റ്. ഓക്കെ, ഇത് ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതാണ് വേറെ ഇപ്പോഴത്തെ ഒരു വിഷയം. എന്താണെന്ന് വെച്ചാൽ പലർക്കും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത മനുഷ്യന്മാരായിട്ട് മാറിയിരിക്കണം. ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം അറ്റാച്ച്മെന്റും വേണം. അറ്റാച്ച്മെന്റ് ഇസ് നീഡഡ്, ഓവർ അറ്റാച്ച്മെന്റ് വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുത്ര, ധാര, ഗൃഹ, ഇതൊക്കെ ഗൃഹസ്ഥർക്കുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുമായിട്ട് ഓവർലി അറ്റാച്ച്ഡ് ആവരുത്. അപ്പം ഈ എന്താണ് ഈ ഓവർ അറ്റാച്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് എങ്ങനെ പുറത്ത് ചാടാം? ഓവർ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അത് ആനന്ദഗിരി എന്നുള്ളൊരു മഹാത്മാവ്, നമ്മള് ഭഗവത്ഗീത നമ്മൾ ശങ്കര ഭാഷ്യയാണല്ലോ നോക്കുന്നത്. ആ ശങ്കര ഭാഷ്യത്തിന് ഒരു ഭാഷ്യം എഴുതിയിട്ടുണ്ട്, ആനന്ദഗിരി. അപ്പം അദ്ദേഹം പറയുന്നത് നമ്മൾ എല്ലാത്തിലുള്ള ഒരു ആ മമകാരം എന്നുള്ളത്, അതായത് എല്ലാം ഐ, മീ, മൈസെൽഫ്, ഇറ്റ് ഈസ് മൈൻ, അത് മൈൻ എന്റെയാണ് എന്നുള്ള ആ തോന്നല് ഒന്ന് എടുത്തു കളഞ്ഞാൽ മതി. ഇതെല്ലാം എന്റെയാണ്, അവൾ എന്റെയാണ്, അവൻ എന്റെയാണ്, കുട്ടികൾ എന്റെയാണ് എന്നുള്ള അത്. അപ്പോൾ സ്വാമിജി തമാശയായിട്ട് എന്താ പറയുക അറിയോ? മാരേജ് സ്റ്റാർട്ട്സ് വിത്ത് മേരാ മേരി, തും മേരിയോ, മേ തേരയോ, മേരാ മേരി. ഓക്കെ, എന്നിട്ട് ഇറ്റ് എൻഡ്സ് വിത്ത്
മാരാമാരി. മാരാമാരി അറിയുന്നു വിചാരിക്കണം. ഓക്കെ. അപ്പോൾ ഈ കൂടുതൽ മേരാ മേരി എന്നാകുമ്പോൾ പിന്നീട് അത് മാരാമാരിയിലാണ് കലാശിക്കൽ. അപ്പം എന്താ വെച്ചാൽ ആ വ്യക്തിയോ ആ സാഹചര്യമോ ആ എക്സ്പീരിയൻസോ നമ്മളിൽ നിന്നും ദൂരെ പോയി കഴിഞ്ഞാൽ അപ്പം പിന്നെ എന്തായി, മൈ ലൈഫ് ഈസ് മീനിങ്ലെസ് വിത്തൗട്ട് യു, വിത്തൗട്ട് ദാറ്റ്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക വയനാട്ടിലേക്കൊരു സ്ഥിതി. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിൽ ആലോചിക്കുക, നമ്മൾ ഇവിടെ ആസ് ഇൻഡിവിജ്വൽസ് വി ഹാവ് കം എലോൺ, വി ഗോ എലോൺ, ആൻഡ് ഇൻ ബിറ്റ്വീൻ വി ഹാവ് ദീസ് പീപ്പിൾ. ഇവിടെ ആരൊക്കെ നമ്മളിവിടെ ഉണ്ടെങ്കിലും അവരൊക്കെയും തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ആധ്യാത്മികമായിട്ട് ഇന്റേണലായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കണം. അവരുടെ ആ റോള് തീർന്നാൽ അവര് ഇവിടുന്ന് പോവും. ഇപ്പൊ ഒരു ഡ്രാമയിലാണെങ്കിലും ആ പർട്ടിക്കുലർ റോള് കഴിഞ്ഞാൽ അവരത് മാറ്റി അവര് ആ കോസ്റ്റ്യൂം മാറ്റിയിട്ട് അവരവരുടെ വേറെ പണിക്ക് പോകുന്ന പോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രെയിൻ ജേർണിയിലാണെങ്കിൽ നമ്മളൊരു യാത്രയാണ്, ജീവിതം എന്ന് വെച്ചാൽ ഒരു യാത്രയാണ് അല്ലേ, ആ ജേർണിയാണ്. അപ്പം നമ്മളുടെ കയറിയ ആ കമ്പാർട്ട്മെന്റിൽ വേറെയും കുറേ ആൾക്കാരുണ്ട്. നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടാകും കുറച്ച്. അവർ വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങും, പിന്നെ ആ സ്റ്റേഷനിൽ വേറെ കുറേ ആൾക്കാർ കയറും. അപ്പോഴും നമ്മളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും, ഇറങ്ങിയവരുടെ യാത്രയും കണ്ടിന്യൂ ചെയ്യും. സോ എവ്രിബഡി ഹാസ് ഗോട്ട് ദെയർ റൂൾസ്. അത് ആഫ്റ്റർ ദാറ്റ് ഈസ് ഫിനിഷ്ഡ് അവർ ഇറങ്ങും. പക്ഷെ അവരുടെ ജേർണിയും കണ്ടിന്യൂ ചെയ്യും. എവ്രിബഡി ഹാവ് ദെയർ ഓൺ ഡയറക്ഷൻ, ദെയർ ഓൺ ജേർണി എന്നത് എപ്പോഴും ഓർത്ത് വെക്കുക. അപ്പോൾ സ്വാമി ചിന്മയാനന്ദൻ എന്താ പറയുക, എലോൺ ടു ദ എലോൺ, ഓൾ എലോൺ, ദാറ്റ് ഈസ് ലൈഫ് എന്ന് പറയാം. അപ്പം നമ്മൾ ജനിക്കുന്ന എലോൺ ടു ദ എലോൺ, ഓൾ എലോൺ എന്നത് എപ്പോഴും ആലോചിക്കുക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉള്ള സമയം ഏതൊരു കാര്യത്തെയും ഏതൊരു വ്യക്തിയെയും നമുക്ക് ഗ്രോ ചെയ്യാനും അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് നമ്മൾ എന്ന ആ ഒരു ബോധ്യത്തോടു കൂടി സകലതും ഒരു പോസിറ്റീവായിട്ട് എടുത്ത് ഇൻറ്ററാക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ട്രെയിൻ ജേർണി വളരെ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. എല്ലാവരും ഒറ്റയ്ക്കാണ്, ഇൻഡിവിജ്വൽ, എവരിവൺ ഈസ് എൻ ഇൻഡിവിജ്വൽ. അപ്പോൾ അതുകൊണ്ട് വി ഓൾ ഹാവ് ടു മേക്ക് അവർ ഓൺ ജേർണി എന്നത് ഓർക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ എൻ്റെയാണ് എന്നുള്ള ആ തോന്നല് അത് കുറഞ്ഞു കിട്ടും, എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ദ ക്ലോസർ വൺസ്. ഇനി അടുത്ത എന്താ ഭഗവാൻ പറയുന്നത്, അസക്തിർ അനിവിശ്വങ്ക പുത്രധാരാ ഗൃഹാദിഷു. അത് കഴിഞ്ഞു. ഇനി നിത്യം ച സമചിത്തത്വം. നിത്യം ച സമചിത്തത്വം ഇഷ്ട അനിഷ്ടോപപത്തിഷു. അത് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നിത്യം ച സമചിത്തത്വം. അപ്പോൾ ഇവിടെ സമചിത്തത്വം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മുമ്പും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തൊരു കാര്യത്തിലും ഓവർ എക്സൈറ്റഡും ആവരുത്, ഡിപ്രസ്ഡും ആവാൻ പാടില്ല. സോ നെവർ ബി ഓവർ എക്സൈറ്റഡ്, നെവർ ബി ഡിപ്രസ്ഡ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു സ്റ്റേബിൾ മൈൻഡ്, സമചിത്തത്വം, ഇക്വാനിമിറ്റി ആയിട്ട്, ഇക്വാനിമസ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതിന് സദാ നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താ കാര്യം, അതെന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, ഇനി അതിന് ഓവർകം ചെയ്യാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രാക്ടീസ് ചെയ്യാം? എപ്പോഴും പറയുക ഒരു കാര്യം, ദിസ് വിൽ ഓൾസോ പാസ്. ദിസ് വിൽ ഓൾസോ പാസ്. നല്ലതാണെങ്കിലും അത്, ചീത്തയാണെങ്കിലും അത്, ദിസ് വിൽ ഓൾസോ പാസ്. ഒരു സംശയമില്ലാത്ത വിഷയമാണ്. ഇവിടെ ഒരു രാത്രിയും പകലാവാത്തതില്ല, ഒരു പകലും രാത്രിയാവാത്തതില്ല, ഒരു സീസണും അതേപോലെ നിൽക്കുന്നില്ല, ഒന്നും തന്നെ ഇല്ല. ദിസ് വിൽ ഓൾസോ പാസ് അവേ. എത്ര ഭംഗിയുള്ള ഒരു പൂവ് വിരിഞ്ഞാലും മാക്സിമം 2 days. ചില പൂക്കള് കുറച്ചുകൂടി ഒരു 4-5 ദിവസം കൂടിയൊക്കെ നിൽക്കുമായിരിക്കും. അല്ലാതെ നിൽക്കണമെങ്കിൽ പ്ലാസ്റ്റിക് പൂവ് അവന് സാധ്യതയുള്ളൂ. അതുപോലെ പിന്നെ ഇപ്പോൾ 7.5 ശനിയാണ്. സോ ഈവൻ 7.5 ശനിയാവും, 7.5 വർഷം കഴിഞ്ഞാൽ അതും പോവും. ഓക്കെ. സോ ദിസ് വിൽ ഓൾസോ പാസ് അവേ ഫോർ ഷുവർ എന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ആ സമചിത്വത്വം, ഇക്വാനിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്
നമ്മൾ പഠിക്കുക. അപ്പം മനസ്സ് എന്ന് പറഞ്ഞ സാധനം അത് ഡിസ്റ്റർബ്ഡ് ആവും, ഉറപ്പാണ് ഡിസ്റ്റർബ്ഡ് ആവും, ഒരു സംശയമില്ല. ഇവിടെ എല്ലാം പറയുന്നത് എന്താണ്? ഓവറായിട്ട് അജിറ്റേറ്റഡ് ആവരുത്, ഓവറായിട്ട് എക്സൈറ്റഡ് ആവരുത്, ഓവറായിട്ട് ഡിപ്രസ്ഡും ആവാൻ പാടില്ല. അതിനെന്താ അടുത്തൊരു വഴി? എന്താ? എന്തൊരു സന്ദർഭത്തിലാണെങ്കിലും ഭഗവാനോട് നന്ദി പറയുക. ഭഗവാനോട് നമ്മൾ ഭഗവാനോട് ഓക്കെ, ഈ ഒരു സന്ദർഭത്തിൽ എന്നെ കൊണ്ട് എത്തിച്ചു, അതും ഒരു നന്മയ്ക്കായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ പിന്നോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയോ വിഷമിച്ച കാര്യങ്ങളൊക്കെ അതെല്ലാം നമ്മളെ ഇത്രയേറെ സ്ട്രോങ് ആക്കാനും നമ്മളെ ഇത്രയേറെ കോൺട്രിബ്യൂട്ടിങ് ആക്കാനും ആയിരുന്നു എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാവും. അപ്പൊ അത് ഇന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നകരമായിട്ടുള്ള സന്ദർഭത്തിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അതും നമുക്ക് നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അതിനും നന്ദിപൂർവ്വം താങ്ക് ഗോഡ് ഫോർ എവ്രിതിങ്, എല്ലാത്തിനും നന്ദി നന്ദി നന്ദി. അതെപ്പോഴും സാധിക്കുള്ളൂ അറിയോ? നമുക്ക് ഒരു ടോട്ടാലിറ്റിയിൽ വളരെ ഓപ്പണായിട്ട് ഒരു വളരെ വിശാലമായിട്ട് ചിന്തിക്കാൻ മനസ്സിനെ ട്രെയിൻ ചെയ്തയാലാണ് നമുക്ക് ആ നന്ദി ഉണ്ടാവും. ഇപ്പോൾ ഈ കഴിഞ്ഞ വയനാട്ടിലെ ആ ദുരന്തം അതൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണോ എന്നൊന്ന് ചിന്തിക്കും. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി നേരിട്ടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയാനുണ്ടോ? അപ്പോൾ നമ്മളുടെ ചുറ്റുപാടുള്ളവരുമായിട്ട് ഏറ്റവും നന്നായിട്ട് പെരുമാറുക, ഏറ്റവും നന്നായിട്ട് ചിരിച്ചു കളിക്കുക, ഏറ്റവും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുക, ഒന്നിന് 10 ടെറ്റിറ്റ് ഫോർ ടാറ്റും ഇതെല്ലാം ഒഴിവാക്കി ഏറ്റവും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഇത് തന്നെയാണ് നമ്മളുടെ പുരാണങ്ങൾ, നമ്മൾ അതിലെ കഥകളും നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ പുരാണങ്ങളിൽ ഏറ്റവും വലിയ കഴിവുള്ള ആൾക്കാരാണ് അല്ലേ അതിലെ ഹീറോസൊക്കെ. പക്ഷെ അവർക്കും നമ്മുടെ അവതാര പുരുഷന്മാരായ ഓരോരുത്തർക്കും എത്രമാത്രം കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഈ നിസ്സാരമായിട്ടുള്ള നമ്മളുടെ കാര്യം എന്താണ് ഇത്രയ്ക്കൊക്കെ വിഷമിക്കാനുള്ള ഒന്നുമില്ല. സോ ലൈഫ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾവേസ് എ മിക്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ്. ഓൾവേസ് എല്ലാവർക്കും, ഒരാൾക്കും ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ അംബാനി വിവാഹത്തിലൊക്കെ ആ കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് ഇത്രയൊന്നും ഇല്ലെങ്കിൽ എത്രയോ ബെറ്റർ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ ടോട്ടാലിറ്റിയിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും പ്രശ്നങ്ങളും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഇല്ലാത്ത എക്സ്പീരിയൻസസ് ഇല്ലാത്ത മനുഷ്യന്മാരേ ഇല്ല. അപ്പോൾ ഒരു ചോദ്യം വരും, ഈശ്വരൻ ഉണ്ടെങ്കിൽ ഈശ്വരൻ എന്തിനാണ് ഇവിടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്? അതുകൊണ്ട് ഈശ്വരൻ ഇല്ല. അത് ആ ചിന്ത നമ്മളെ വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമായിരുന്നോ എന്ന് നമ്മൾ അല്പമെങ്കിലും ഒക്കെ ആധ്യാത്മികമായിട്ട് ചിന്തിക്കുന്നതും കമ്പാഷനേറ്റ് ആവുന്നതും ഇതെല്ലാം തന്നെ നമ്മളിൽ പല പല സഫറിങ്സിലൂടെ കടന്നുപോയത് കൊണ്ടാണ്, പല പല ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നുപോയത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തുമ്പപ്പുഴത്തിലിട്ട് തൂയവനാക്കി വരുത്താൻ എൻ്റെ ലൈഫിൽ അത് എന്താ പറയുക, എത്രയോ ടു ഡോട്ട് കറക്റ്റാണ്. അപ്പം ഇത് എപ്പോൾ വേണം നമ്മൾ സമചിത്തത്വം ഇക്വാനിമിറ്റി ഭഗവാൻ പറയണ നിത്യം ച, അത് സദാ വേണ്ടതാണ്. അല്ലാണ്ട് എപ്പോഴെങ്കിലും ഏകാദശിക്കോ വാവിനോ മാത്രം എടുക്കേണ്ട കാര്യമല്ല. അപ്പം അങ്ങനെ വളരെ പീസ്ഫുൾ ആൻഡ് പോയിസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സദാ നിലനിർത്താൻ. എന്നിട്ട് ഭഗവാന്റെ പറയുന്നത് നോക്കാം. ഓക്കെ, 11ാമത്തെ ശ്ലോകം. മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം അരതിർജന സംസതി. നമ്മൾ എന്തിനേയും ഈശ്വരപ്രസാദമായിട്ട് കാണുമ്പോൾ നമുക്ക് എന്തിനും ഈശ്വരപ്രസാദമായിട്ട് കണ്ടാലാണ് നമുക്ക് ഇവിടെ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. എന്തൊരു എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു, അത് നന്ദിപൂർവ്വം ഈശ്വര പ്രസാദ ഭാവേന തന്നെ വേണം. അപ്പം ഈ ഈശ്വര പ്രസാദ ഭാവത്തിൽ നമ്മൾ എന്തിനേയും കാണണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പറഞ്ഞ പ്രസാദ ഭാവത്തിൽ എന്തും കാണുന്നതിന് പേരാണ് കർമ്മയോഗം അല്ലെ. കർമ്മയോഗത്തിൽ നമുക്ക് ഈ ജന്മത്തിലെ എക്സ്പീരിയൻസ്, നമുക്ക് ഇവിടെ ചുറ്റുമുള്ള ആൾക്കാർ, ഇതെല്ലാം ഈശ്വരപ്രസാദമായിട്ട് കാണണം.
അപ്പോൾ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനോട് ഒരു താല്പര്യം വേണം അല്ലെ. ഈശ്വര പ്രേമം ഉണ്ടെങ്കിലാണ് ഈശ്വര പ്രസാദം എന്നുണ്ടാവുള്ളൂ. അപ്പൊ ആ ഈശ്വര പ്രേമത്തിൻ്റെ പേരെന്താ? ഭക്തി. അപ്പം ആ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സാധിക്കുള്ളൂ. ഒരു കർമ്മയോഗി തീർച്ചയായിട്ടും ഒരു ഭക്തിമാൻ ആയിരിക്കും. ഒരിക്കലും ഒരു എത്തിയിസ്റ്റ് can never be a കർമ്മയോഗി. അപ്പം ആ കർമ്മയോഗി ഭഗവാനെ ഏകരൂപ ഈശ്വരനായിട്ട്, അതായത് ഇഷ്ടദേവ രൂപത്തിലായിരിക്കാം കാണാം, അല്ലെങ്കിൽ അനേക വിശ്വരൂപത്തിലായിരിക്കാം ഭഗവാനെ കാണുന്നത്. അപ്പോൾ ഭക്തി ഇല്ലാതെ കർമ്മയോഗം ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഭഗവാൻ ഇവിടെ അടുത്ത ക്വാളിറ്റിയാണ് പറയുന്നത്, മയി ഭക്തി. ഓക്കെ, മയി ഭക്തിയാണ് അടുത്ത ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. അതെന്താണ് ഈ മയി ഭക്തി എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. Thank you for your patient listening. Om Purnamada Purnamidam Purnat Purnamudachyate Purnasya Purnamadaya Purnamevavashishyate. Om Shanti Shanti Shanti. Hari Om.